ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിസ്സ ബ്രെഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 6 ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കാം എന്നാണ് ഞാനിതിലൂടെ പറയുന്നത്. അതിനാദ്യം ബ്രെഡ് ഇതേപോലെ ക്യൂബുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ പിസ്സയ്ക്ക് ആവശ്യമായ തക്കാളി, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. പാലും ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും പഞ്ചസാരയും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും എല്ലാം ഒന്ന് മിക്സായി വരണം മുട്ടയിൽ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കണം. ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് നന്നായി ഒന്ന് ഈ മുട്ടയുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സായി വരണം. ബ്രെഡ് നന്നായി അലിഞ്ഞ് വരണം. ഇതാ ഇതേപോലെ മിക്സായി വരണം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലായിടത്തും ചുറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. ബ്രെഡ് മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒരു വട്ടത്തിലാക്കി എടുക്കണം. നമ്മൾ പിസ്സയ്ക്ക് വട്ടത്തിലല്ല ഉണ്ടാവുക, അതേപോലെ ആക്കിയെടുക്കണം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം. ഒരു ഭാഗമായതിന് ശേഷം മറിച്ചിടണം. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോയതാണ്. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഇനി മറിച്ചിട്ട ഭാഗത്ത് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. ഞാൻ
ഇതേപോലെയുള്ള പാക്കറ്റ് 3 ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായി എല്ലായിടത്തും ആക്കി കൊടുക്കണം. എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കണം. അതും ഇതേപോലെ ആക്കി കൊടുക്കണം. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലേക്ക് മുകളിൽ ചീസ് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് ചീസാണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്തത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, മുളകും പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താണ്. അതാണ് ഇട്ട് കൊടുത്ത്. ഇനി ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് മൂടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാവും. ഇതേപോലെ സെറ്റായി വന്നിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.